റഹീം സന്ദീപിന് മറുപടി നൽകാം. ഒപ്പം തന്നെ ന്യൂനപക്ഷത്തെ തിരഞ്ഞുപിടിച്ച് എന്ന രൂപത്തിൽ പറയുന്നതിൽ അർത്ഥമില്ല എന്ന്, അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും പിന്തുണയ്ക്കുന്ന രൂപത്തിലല്ലാതെ അവിടുത്തെ മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നു. ശ്രീ നമ്പൂതിരി പറഞ്ഞു. അതോടൊപ്പം അങ്ങനെ ഒരു കണക്കിലേക്ക് പോകുന്നതിന് പോലെ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ദരിദ്രരായ പാവങ്ങളിൽ പാവങ്ങളായവരാണ് അവിടെ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ കണക്കുകളിൽ ചിലപ്പം അല്പം മുൻതൂക്കം മുസ്ലിം ന്യൂനപക്ഷത്തിനുണ്ടാകാം. 156 മുസ്ലിം കുടുംബങ്ങൾ, 30 ഹിന്ദു കുടുംബങ്ങൾ, 2 ക്രിസ്ത്യൻ കുടുംബങ്ങൾ എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കണക്ക്. ഇനി അങ്ങേക്ക് പറയാം. 156 മുസ്ലിം കുടുംബങ്ങൾ, 31 ദളിത്, 1 ക്രിസ്ത്യൻ. ഇതാണ് അവിടത്തെ കണക്ക്. ഇതിനകത്ത് പ്രശ്നം എന്താണ്? ഇപ്പോ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യമുണ്ട്. വളരെ കോൺഗ്രസിന് പ്രതിനിധി ഒഴികെ ബാക്കി എല്ലാവരും സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം, വളരെ അൺഡെമോക്രാറ്റിക് ആയിട്ട് മനുഷ്യത്വം തൊട്ടുതീണ്ടിയിട്ടില്ലാതെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത മാർജിനലൈസ്ഡ് മനുഷ്യരെ ഇറക്കിവിട എല്ലാവരുടെ വീടുകൾ ദയാരഹിതമായി ഇടിച്ചു നിരത്തി തന്നല്ലോ. എന്തൊക്കെയാ ഇതിനു മുമ്പ് ബുൾഡോസർ രാജ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രാജ്യം ചർച്ച ചെയ്ത സ്ഥലങ്ങളിൽ നടന്നത്? ഇതേ കാര്യങ്ങളാണ്. ഞാൻ ഹരിയാനയിലെ നൂഹിൽ പോയിരുന്നു. ഹരിയാന നൂഹിൽ ബുൾഡോസർ രാജിന് ശേഷം പോയപ്പോൾ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തോട് സംസാരിച്ചു. സന്ദീപ് വാര്യർ പറഞ്ഞ അതേ വാദമുഖാണ് അവിടെ പറഞ്ഞത്. അവര് ഇപ്പോൾ മുസ്ലിം ലീഗ് വിശദീകരിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട നമ്മുടെ മാധ്യമപ്രവർത്തകൻ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ എന്താണ് ഇതിനെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വാചകം തന്നെ അദ്ദേഹം അങ്ങ് പറഞ്ഞു. ഈ ബാക്കിയെല്ലാം അദ്ദേഹത്തിനോട് യോജിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞതൊരു സെക്കുലർ എന്താ പറയുക, സെക്കുലർ ഡിമോളിഷനോ എവിക്ഷനോ മറ്റോ അദ്ദേഹം അവരും അവിടെ പറഞ്ഞ അത് തന്നെയാണ്. അവരും സെക്കുലർ ഡിമോളിഷൻ പറയട്ടെ, അവരും അവിടെ പറഞ്ഞ അത് തന്നെയാണ്. ഞങ്ങൾ മതം നോക്കിയല്ല ചെയ്തത്. ജഹാംഗീർപുരിയിൽ എന്താ അവിടുത്തെ RSS ഗവൺമെന്റ്, BJP അല്ലെങ്കിൽ ഡൽഹി അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ ആഭ്യന്തര വകുപ്പ് പറഞ്ഞത്? അവര് പറഞ്ഞത് ഞങ്ങൾ സെക്കുലറൈസ് ചെയ്തതാണ്, നിങ്ങൾ മതം പറയരുത് ഇതില്. ഇതാ അവര് പറഞ്ഞത്. ഇതില് ഞങ്ങൾ പറഞ്ഞു അല്ല, ഇതിൽ ദളിതരാണ്, ഇതിൽ ഒപ്രസ്ഡ് സെക്ഷനാണുള്ളത്. ഇതെല്ലാം പറയുമ്പോഴെന്താ അവര് പറയുന്ന ഇതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ ഒരു നരേഷനാണ്. എന്താ നരേഷൻ? ഞങ്ങൾ ഇവരെ പുറത്താക്കിയത് ഒന്നുകിൽ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് ആണ് ഞങ്ങൾ ഒഴിവാക്കിയത്, 2 സർക്കാർ ഭൂമി ഞങ്ങൾ തിരിച്ചു പിടിക്കുന്ന നിയമാനുസൃതമായ കാര്യമാണ് ചെയ്തത്, 3ാമത്തെ കാര്യം ഇതിൽ ഞങ്ങൾ മതം നോക്കിയിട്ടില്ല, കണ്ടു നിൽക്കുന്ന നിങ്ങളാരും ഇതിൽ മതം കലർത്തരുത് എന്നാണ് ഞങ്ങൾ ഉപദേശിക്കുന്നത്. ഇത് RSS നടത്തിയിട്ട് ബുൾഡോസറായി നടത്തിയിട്ട് പറയുന്നത് ഇതേ നരേഷനാണ്. കോൺഗ്രസ് നടത്തിയിട്ട് പറയുന്നത് ഇത് തന്നെയാണ്. ഇനി സന്ദീപ് വാര്യർ 2-3 തവണ അദ്ദേഹത്തിന്റെ പറഞ്ഞങ്ങ് പോവാം. അദ്ദേഹം പറയുന്നു ഈ വിദ്വേഷ പ്രസംഗം നടത്തുന്ന അല്ലെങ്കിൽ ബുൾഡോസറായി നടത്തുന്ന യോഗി ആദിത്യനാഥിനെ ഞങ്ങൾ ഇവിടെ അതൊരു പരിപാടിക്ക് വിളിച്ചു എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കത്ത് വായിച്ചു. ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 നേരമെങ്കിലും മിനിമം, ഞാനത് പറയട്ടെ, 3 നേരമെങ്കിലും മിനിമം നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും RSSനെയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ശശി തരൂരിന്റെ അണിയാണ് ഈ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? RSS അതിഗംഭീരമാണ് എന്ന് ഇന്നലെയും സംസാരിച്ച ദിഗ്വിജയ് സിംഗിന്റെ അണിയാണ് ഈ സംസാരിക്കുന്നത്. 3 പോട്ടെ, ഇതേ കർണാടകയിലെ DK ശിവകുമാർ രാവിലെ എഴുന്നേറ്റൽ വൈകുന്നേരത്തിനിടയിൽ 2 തവണയെങ്കിലും ഗണഗീതം പാടാൻ ഇഷ്ടപ്പെടുന്ന DK ശിവകുമാറിന്റെ പാർട്ടിക്കാരാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങളുടെ അകത്ത് ഒരു ശുദ്ധീകരണം നടത്തിയത് പറഞ്ഞപ്പോൾ അത് പൊളിറ്റിക്കൽ. ഇനി അടുത്ത് വേറൊരു കാര്യത്തിലേക്ക് വരാം. ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഇൻവോൾവ്മെന്റിന്റെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി എങ്ങനെയാണ് കേരളം മാറുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നത്? അത് പ്രണോയ് ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ പോലും നിങ്ങൾ ആലോചിക്കണം, ഒരു തുണ്ട്, ഒരു നേരത്തെ 1 മണി അരി ഗവൺമെന്റിൽ നിന്ന് കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് ഏതെങ്കിലും ഒരു അതോറിറ്റി അവിടെ കൊണ്ട് കൊടുത്തിട്ടില്ല. ഒരു പുതപ്പ് കൊടുത്തിട്ടില്ല. ഏത് ഈ പൊളിച്ചിട്ട് അവിടെ കിടക്കുമ്പോഴും, ഈ പാവങ്ങൾ ഗർഭിണിയും ഈ ആളുകൾ കിടക്കുമ്പോഴും അത്ര ദയാരഹിതമാണ് കോൺഗ്രസ്. പിന്നെ അദ്ദേഹം നന്ദിഗ്രാം പറഞ്ഞു. ഞാൻ കുറച്ചുകൂടി പിറകിലോട്ടങ്ങ് പോവാം. അത് അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ബുൾഡോസർ രാജ് ആരംഭിക്കുന്നത് കേട്ടോ. അന്ന് ബുൾഡോസർ ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ, അന്നുണ്ടായിരുന്ന യന്ത്രങ്ങൾ ഉപയോഗിച്ച്. ഇനി നോക്കൂ, ഇവിടെ ഒരൊറ്റ കാര്യം മാത്രം കണ്ടാൽ പോരെ. കേരളത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ, ഞങ്ങൾ ഭരണപക്ഷത്ത് പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്ത് ചെയ്യും? ആഞ്ഞടിക്കും. നിങ്ങൾ നോക്കൂ, എങ്ങനെ പ്രതിപക്ഷ ഭരണ ഐക്യമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. BJP ആഗ്രഹിക്കുന്നത് കർണാടകയിലെ കോൺഗ്രസ് ചെയ്യുകയാണ്. കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് കർണാടകയിലെ മുഖ്യപ്രതിപക്ഷമായ BJP ആഗ്രഹിക്കുന്നത് ചെയ്യുന്നു. അതിൽ നിങ്ങൾ എന്തിന് ഇടപെടുന്നു എന്ന് KC വേണുഗോപാലിനോട് ചോദിക്കുകയാണ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ പൊളിറ്റിക്കലി? BJP UP-യിൽ ചെയ്തത്, BJP ഡൽഹിയിൽ ചെയ്തത് കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്യുന്നു. അതിന് നിരുപാധികമായ പിന്തുണ കൊടുക്കുന്നു കർണാടകയിലെ മുഖ്യപ്രതിപക്ഷമായ BJP. അതിൽ വേറെ ആരെങ്കിലും കയറി ഇടപെടുകയാണെങ്കിൽ നിങ്ങളതിന് ഇടപെടുന്നു. ഈ ചെയ്തതൊക്കെ ശരിയല്ലേ? ഈ നിമിഷം വരെ ഈ പ്രശ്നത്തിൽ ഇപ്പൊ രാജ്യത്തെ ഞങ്ങൾ ചെന്നതോടുകൂടി, മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി, അത് മുഖ്യമന്ത്രിയുടെ ട്വീറ്റോടുകൂടി ദേശീയ മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിഷയം വന്നു. ഇന്നിപ്പോ എല്ലാ ദേശീയ മാധ്യമങ്ങളും കയറി ചെയ്തു. ഒരു പ്രതിഷേധം
BJPയുടെ സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ ഇതിനെതിരെ. എന്താ കാര്യം? BJPക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അവർ ചെയ്തത്. BJP ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, BJP ഭരണത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ, BJP മറ്റു സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ കോൺഗ്രസ് ചെയ്യുന്നു. ഇത്ര വലിയ ഐക്യം വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് കേരളത്തിലിരുന്ന് ശ്രീ സന്ദീപ് വാര്യർക്കോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾക്കോ ന്യായീകരിക്കാൻ കഴിയുക? നിങ്ങൾ ന്യായീകരണങ്ങൾ ദുർബലമായി പോകും. വസ്തുത അതല്ലേ? അവിടെ സാധുക്കളായ മനുഷ്യരെ, ദുർബലരായ മനുഷ്യരെ, അതിൽ പൂർണ്ണമായും പറയുന്നു, എണ്ണം വെച്ച് പറയുന്നു, ഇന്ത്യയിലെല്ലായിടത്തും ബുൾഡോസർ രാജിന്റെ ഇരകൾ മുസ്ലിങ്ങളോ ദളിതരോ ഇല്ലെങ്കിൽ മാർജിനലിസ്ഡ് ആയ മറ്റു മനുഷ്യരോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ചെയ്യുന്നു. ഇത് വളരെ ആസൂത്രിതമാണ്. എന്തിനാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഈ പറയുന്ന പ്രണോയെല്ലാം അവിടെ പൂർണ്ണസമയം വർക്ക് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇവരെ അവിടെ വെച്ച് കണ്ടിരുന്നു, മനസ്സിലാക്കിയിരുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് എന്താണ് കോൺഗ്രസ് പാഠം പഠിക്കാത്തത്? കോൺഗ്രസ് നിരുപാധികമായി ഈ ജനസമൂഹത്തോട് മാപ്പ് പറയാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമല്ലേ? സഖാവ് പിണറായി വിജയൻ പറയുന്നത് വരെ, ഇടപെടുന്നത് വരെ, ഇടതുപക്ഷം ഇടപെടുന്നത് വരെ എന്തുകൊണ്ട് ആ ഗ്യാപ്പ് എന്തുകൊണ്ടാണ് ഇതുവരെയും ഈ നിമിഷം വരെ ശ്രീമതി സോണിയാഗാന്ധി ഇതിനോട് പ്രതികരിച്ചിട്ടില്ലല്ലോ? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അപ്പോൾ BJP ആയി കോൺഗ്രസ് മാറരുത്. ഇത് മാറുമ്പോൾ അത് തുറന്നു കാട്ടപ്പെടും. ഇവിടെ കോൺഗ്രസിന്റെ ദളിത് വിരുദ്ധത, കോൺഗ്രസിന്റെ മുസ്ലിം വിരുദ്ധത, കോൺഗ്രസിന്റെ ദുർബല ജനവിഭാഗങ്ങളോടുള്ള അവരുടെ മനോഭാവം, ഇതെല്ലാം എക്സ്പോസ് ചെയ്യപ്പെട്ടു. അവരുടെ ജനാധിപത്യ വിരുദ്ധത എക്സ്പോസ് ചെയ്യപ്പെട്ടു. അതിന് നിങ്ങൾ ഞങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. അത് ഞങ്ങൾ പറയും. പിന്നെ കർണാടകയിൽ മാത്രമല്ല, ഹരിയാനയിലെ നൂഹിൽ പോയിട്ടുള്ള ആളാ ഞാൻ പറഞ്ഞല്ലോ, ഹരിയാനയിലെ നൂഹിൽ ഒരു പ്രതിനിധി സംഘത്തെ പോലും അയച്ചില്ല. നേരത്തെ സ്മൃതി ചോദിച്ചില്ലേ, ഒറ്റ കാര്യം ഞാൻ ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. സ്മൃതി ചോദിച്ചല്ലോ സന്ദീപിനോട്, കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി സംഘത്തെ ഇവിടേക്ക് ഈ ബുൾഡോസറായി നടന്ന സ്ഥലത്തേക്ക് അയക്കണ്ടേന്ന്. ഡൽഹിയുടെ അടുത്ത് കിടക്കുന്ന ജഹാംഗീർ പുരിയിൽ കോൺഗ്രസ് ഒരാള് പ്രതിനിധി സംഘത്തെ അയക്കുന്നു വേണ്ടേ, ഇറങ്ങി നിന്ന് അവിടെ എത്തി, പോയില്ലല്ലോ. അവിടെ ബുൾഡോസർ തടുക്കാൻ പോയി നിന്നത് സഖാവ് ബൃന്ദാക്കാരാട്ടാണ്. ഹരിയാനയിലെ നൂഹ് ഡൽഹിയിൽ നിന്ന് അധികം അകലല്ല. അവിടെ നൂറുകണക്കിന് മുസ്ലിം വീടുകൾ ഇടിച്ചു നിരത്തി കഴിഞ്ഞപ്പോൾ അവിടെ പോയത് ഞങ്ങളുടെ പ്രതിനിധി സംഘം. കോൺഗ്രസ് എന്നൊരു പ്രതിനിധി സംഘത്തെ കോൺഗ്രസ് അയച്ചില്ല കേട്ടോ, കോൺഗ്രസ് അയച്ചില്ല. ഇന്ത്യയിൽ എവിടെയാണ് കോൺഗ്രസ് ബുൾഡോസർ രാജ് നടന്നിട്ട് പോയിട്ടുള്ളത്? ഞങ്ങൾ പോകും. അത് കർണാടകയിലും അത് ഇടതുപക്ഷത്തിന്റെ പോയതിനു ശേഷം കോൺഗ്രസ് നേതാക്കൾ പോയി എന്നുള്ളതാണ് എന്റെ ഓർമ്മ കേട്ടോ. അന്നത്തെ ദൃശ്യങ്ങൾ ഞാൻ ഓർക്കുന്ന അങ്ങനെയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.